വിചാരിക്കുന്നു. അപ്പൊ എസ്പെഷ്യലി രാജങ്ങളോടും എനിക്ക് ചാൻസ് തന്നതിന്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇങ്ങനെ പ്രസംഗിക്കാനൊക്കെ തുടങ്ങിയെന്ന്. ഞാൻ ആദ്യമേ എന്റെ അപ്പച്ചനായിരുന്നു എന്റെ ഇൻസ്പിറേഷൻ. അതുകൊണ്ട് എന്റെ അപ്പച്ചൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ എനിക്കൊരു ഇതായിപ്പോ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയതാ. ഇതെന്റെ തേർഡ് പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഫാമിലി പ്രയറിനൊക്കെയാണ് പ്രസംഗിക്കുന്നത്. പിന്നെ രണ്ടാമത് ഞാൻ ഈ ജൂനിയർഷിപ്പിന് രാജ്യങ്ങൾ എനിക്ക് ചാൻസ് തരുമായിരുന്നു. പിന്നെ ഇപ്പം ഇതെന്റെ തേർഡ് പ്ലാറ്റ്ഫോമാണ് നിങ്ങളെല്ലാവരും പറയുന്നത്. ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല. അപ്പൊ നമുക്ക് ആദ്യം ഒരു വാക്യം വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 5 വേഴ്സസ് 1 to 6. ഞാൻ വായിച്ചോളാം. And it came to pass that as the people pressed upon him to hear the word of God, he stood by the lake of Gennesaret. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഈ ആൾക്കാരെല്ലാം കൂടെ അവിടെ തങ്ങി നിൽക്കുമായിരുന്നു. ആരുടെ വചനം കേൾക്കാൻ? കർത്താവിന്റെ വചനം കേൾക്കാൻ അവിടെ എല്ലാവരും തങ്ങി നിൽക്കുകയായിരുന്നു. കർത്താവിന്റെ വചനം കേൾക്കാൻ മാത്രമല്ല, കർത്താവിനെ അറിയാൻ, കർത്താവിന്റെ മിറക്കിൾസ് കാണാൻ, കർത്താവിന്റെ മധുര വാക്കുകൾ കേൾക്കാൻ. അപ്പൊ കർത്താവ് നമ്മൾ ഈ കർത്താവ് അങ്ങനെ ചെയ്യാൻ വേണ്ടി കർത്താവ് എല്ലാവരോടും ആ വചനം പറയുന്നത്. ഈ ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഇപ്പൊ കാണാറൊന്നുമില്ല ഈ വാർ ടൈം ഒക്കെ ആയപ്പോൾ. ഇപ്പൊ രണ്ടാമത്തെ വചനത്തിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ കർത്താവ് 2 ബോട്ടുകൾ അവിടെ കണ്ടു. അപ്പൊ ഒന്ന് നമ്മുടെ സൈമൺ പീറ്ററിന്റെ ബോട്ടായിരുന്നു. അപ്പൊ കർത്താവ് ആ ബോട്ടിലോട്ട് കയറിയപ്പോൾ അവൻ ഒന്നും പറഞ്ഞില്ല. കർത്താവ് ഒന്നും പറഞ്ഞില്ല. ഈ പ്രസംഗ സമയമൊക്കെ ആയപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, നീ എന്താ നീ ആണെങ്കിൽ ഈ ബോട്ടിനകത്തൊന്ന് ഇച്ചിരി ഒന്ന് കരയിൽ നിന്ന് ഇച്ചിരി മാറ്റാവോ എന്ന് ചോദിച്ചു. അപ്പൊ സൈമൺ പീറ്റർ ഒന്നും പറഞ്ഞില്ല. സൈമൺ പീറ്റർ ആ ബോട്ട് കർത്താവിന് വിട്ടുകൊടുത്തു. അതുപോലെ നമ്മൾ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വിട്ടുകൊടുത്ത് നോക്കിക്കോട്ടെ, നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. നമ്മൾ മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായിരിക്കും. ഈ പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോൾ കർത്താവ് സൈമൺ പീറ്ററിനോട് പറഞ്ഞു, നീ ആഴത്തിലോട്ട് നിന്റെ വല ഇറക്കുക എന്ന് പറഞ്ഞു. ഈ സൈമൺ പീറ്റർ പറഞ്ഞു, കർത്താവ് ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ചെറിയ മീൻ പോലും, ഒരു പൊടിമീൻ പോലും കിട്ടിയില്ല എനിക്ക്. പിന്നെ എനിക്ക് എങ്ങനെ കിട്ടാൻ പോകുന്നത്? പക്ഷേ കർത്താവ് അവൻ ഒരു കാര്യം മനസ്സിലായില്ല. അവൻ സംസാരിച്ചത് അവൻ ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയ, അവൻ ഈ കാറ്റിനെയും കരലിനെയും ഈ ലോകത്തുള്ള എല്ലാ കാര്യത്തിനെയും ഉണ്ടാക്കിയ ദൈവത്തിനടുത്താണ് അവൻ സംസാരിച്ചത്. ഈ ലോകം മുഴുവൻ നമ്മുടെ കർത്താവിന്റെ കയ്യിലേക്കാണ്. നമ്മൾ കർത്താവില്ലാതെ ആ സമയത്തൊന്നും അവന് കിട്ടാത്ത മീൻ എന്താ കിട്ടാമെന്ന് പറഞ്ഞാൽ ആ സമയത്തൊന്നും കർത്താവിന്റെ കൂടെ ഇല്ലായിരുന്നു. കർത്താവ് നമ്മുടെ കൂടെ ഇല്ലാതെ നമ്മൾ കാര്യം ചെയ്താൽ നമുക്കത് ഒരിക്കലും ഒരു സക്സസ് ആകത്തില്ല. പക്ഷെ നമ്മൾ കർത്താവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഹീറോ ആയി മാറുമെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പദമാണ്. കർത്താവിന്റെ വാക്കിന് അവൻ വിലയേറി എന്നാണ് നമ്മുടെ ബൈബിളിൽ പറഞ്ഞത്. കർത്താവിന്റെ വാക്കിന് വിലയേറിയപ്പോൾ ആ വലയേറിയപ്പോൾ ഒരു കൂട്ടം മീൻ വരാൻ ഒരു വല പൊട്ടുമാറാകെ മീൻ വന്നെന്നാണ് പറയുന്നത്. ആ ബോട്ടൊക്കെ സിങ്ക് ആവാൻ ഒരു ഇടയായെന്നാണ് പറയുന്നത്. അത് അവൻ മറ്റുള്ളവർക്കും പങ്കുകൊടുത്തു. ആ സമയത്ത് അനുഗ്രഹമായി മാറി. ഈ സൈമൺ ഞാനിപ്പോ ഒരു കാര്യം പറയാം. നമുക്ക് എല്ലാവർക്കും ഇത് പറയണം. ഈ സൈമൺ പീറ്റർ ഈ കർത്താവ് ഈ ലോകത്തിരുന്ന് പോയപ്പോൾ നമുക്ക് ഒരാളെ തന്നിട്ടാണ് പോയത്, ആണോ അല്ലയോ? ആണ്. നമുക്ക് ഈ ആളെ തന്നിട്ടാ പോയത്. ഇത് കട്ടി മലയാളം വാക്കാണ്, എനിക്കിത് പഠിക്കാൻ പാടായിരുന്നു. പക്ഷെ എന്നാലും ഞാനിപ്പോ പറയുന്നോണ്ട് എനിക്ക് പറയാം. ആ ആളുടെ പേരാണ് കാരിസ്തൻ. കാരിസ്തൻ എന്ന് പറഞ്ഞാൽ കാര്യം നടത്തി തരുന്ന ആള്. എല്ലാ കാര്യം നടത്തി തരണമെന്നൊന്നുമില്ല. ചില കാര്യങ്ങൾ കാണും. ചിലപ്പം നമുക്ക് ദൈവത്തിന് അറിയാം നമുക്ക് എന്തുവാ വേണ്ടേന്ന്. നമുക്ക് ചില കാര്യങ്ങൾ കാണും നമുക്ക്
ദൈവം നടത്തി തരാത്തത്. അന്ന് പറഞ്ഞോണ്ട് കർത്താവിനെ തള്ളിക്കളയാൻ പാടില്ല, ജൂഡാസ് ഇസ്കറിയോത്ത് ചെയ്ത പോലെ. നമ്മളോട് എപ്പോഴും പാസ്റ്റർ പറയുന്നത് പോലെ നമ്മൾ എപ്പോഴും അഭിഷേകം പ്രാപിക്കണം, നമ്മൾ ഹോളി സ്പിരിറ്റ് പ്രാപിക്കണം. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ ഹോളി സ്പിരിറ്റ് ആണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. അപ്പൊ ഗൈഡ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ചിലപ്പോൾ ഒരു റോങ് ഡിസിഷൻ അല്ലെങ്കിൽ റോങ് പാത്ത് എടുക്കാം. അപ്പം ആ ഹോളി സ്പിരിറ്റ് ആണ് നമ്മളോട് പറയുന്നത്, മോനെ അത് കറക്റ്റ് വഴിയല്ല, നീ ഇങ്ങോട്ട് പോ, ഇതാണ് കറക്റ്റ് വഴി. ആ ഹോളി സ്പിരിറ്റ് ആണ് നമ്മൾ എപ്പോഴും ഗൈഡ് ചെയ്യുന്നത്, ഏതോ ഒരു പാത്തില് നമ്മളെ വിടുന്നത്, നല്ലൊരു പാത്തിൽ വിടുന്നത്. നമ്മള് സ്കൂളിൽ പോയാലും, നമ്മൾ വർക്ക് പോയാലും, നമ്മൾ വീട്ടിൽ പോയാലും, നമ്മള് ചർച്ചിൽ പോയാലും, എവിടെയായാലും നമ്മളെ നടത്തുന്നത് നമ്മൾ ആ ഹോളി സ്പിരിറ്റ് ആണ്. അപ്പം ഈ ഒരു വാക്കുകളെ നിങ്ങളെ ഞാൻ പറഞ്ഞ് ആശ്വസിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് ഈ ചാൻസ് തന്നെ പിന്നെ എല്ലാ ആൾക്കാരും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ. വളരെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് പ്രിയ പൈതൽ പറയാനിടയായിത്തീർന്നല്ലോ. ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സാക്ഷി പറഞ്ഞ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെല്ലാവർക്കും നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രിയ കുഞ്ഞുങ്ങളെല്ലാം